ഇറ്റ്സ് ഫ്ലവർ റിസംബിൾസ് ഫീമെയിൽ ബി ഇൻ സൈസ് കളർ ആൻഡ് മാർക്കിംഗ്. കാഴ്ചയിൽ അതൊരു ഫീമെയിൽ ബിയെ പോലെ തന്നെ തോന്നും. അപ്പോൾ മെയിൽ ബി ഈ ഒഫ്രീസിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മെയിൽ ബി വിചാരിക്കും അത് തൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഫീമെയിൽ ബി ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് സീഡോ കോപ്പുലേറ്റ് ചെയ്യും. പക്ഷേ അത് വിഡ്ഢിയാക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫീമെയിൽ ബി അല്ലല്ലോ, അത് ഒഫ്രീസിന്റെ ഫ്ലവർ ആണ്. ഓക്കെ, അത് ഈ മണ്ടനായിട്ടുള്ള മെയിൽ ബിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, അത് പെണ്ണാണെന്ന് വിചാരിച്ച് അല്ലേ. ഈ സരസു എന്തായാലും പിള്ളച്ചന്റെ ഭാര്യയല്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തല്ല, ഈ മെയിൽ ബിയുടെ യഥാർത്ഥത്തിലുള്ള ഫീമെയിൽ ബി അല്ല, മറിച്ച് അത് അവിടെ ആരാണത്, ഒഫ്രീസ് ആണുള്ളത്, ഒഫ്രീസിന്റെ ഫ്ലവർ ആണത്. അതേപോലെ തന്നെ അപ്പോൾ ഈ മണ്ടനായിട്ടുള്ള ഈ മെയിൽ ബി പോയിട്ട് അതുമായിട്ട് സീഡോ കോപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതുകൊണ്ടൊന്നും താല്പര്യം തീരാത്ത നമ്മളുടെ മെയിൽ ബി വീണ്ടും അടുത്ത ഒഫ്രീസിന്റെ ഫ്ലവറുമായിട്ട് വീണ്ടും അടുത്ത ഫീമെയിൽ ഫ്ലവർ ആണെന്ന് കരുതി വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും, സീഡോ കോപ്പുലേറ്റ് ചെയ്യുകയും അങ്ങനെ പോളനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇതുവഴി ഇതൊരു സെക്ഷൽ ഡിസീറ്റ് ആണ്, ഒരു ലൈംഗിക വഞ്ചനയാണ് ഇത് സംഭവം. ഇത് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. പക്ഷെ ഇതൊരു സെക്ഷൽ ഡിസീറ്റ് ആണ്, ഒരു ലൈംഗിക വഞ്ചനയാണ്. കാരണം ഇത് പെണ്ണാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ മെയിൽ ബീനെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, പൊളിനേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ. സത്യത്തിൽ അത് ഫീമെയിൽ ബി അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, സെക്ഷൽ ഡിസീറ്റ് എന്ന് വിളിക്കുന്നത്, സെക്ഷൽ ഡിസീറ്റ് അല്ലെങ്കിൽ ലൈംഗിക വഞ്ചന എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ എങ്ങാനും ഈ പറയുന്ന ഫീമെയിൽ ബിയുടെ ഷേപ്പോ രൂപമോ അല്ലെങ്കിൽ കളറോ ഒക്കെ കളർ പാറ്റേണിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ മെയിൽ ബി പിന്നെ എന്ത് ചെയ്യില്ല, ഈ ഒഫ്രീസിന്റെ ഫ്ലവറുമായിട്ട് ഇങ്ങനെ സീഡോ കോപ്പുലേറ്റ് ചെയ്യാൻ വരില്ല. കാരണം അതിന് മനസ്സിലാവും ഇത് എൻ്റെ കെട്ടിയോൾ ഇങ്ങനെയല്ലല്ലോ, ഇതെന്താണ് ഇതിങ്ങനെയല്ല, ഇതെൻ്റെ കെട്ടിയോളല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അത് സീഡോ കോപ്പുലേറ്റ് ചെയ്യാൻ വരില്ല. അപ്പോൾ സീഡോ കോപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബിയുടെ കളർ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ഓർക്കിഡ് ഫ്ലവറിന്റെ പെറ്റൽസിൽ വന്നിട്ടില്ല, ഇവോൾവ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറയുന്ന പോളിനേഷൻ സക്സസ് അവിടെ ഉണ്ടാവില്ല. പോളിനേഷൻ സക്സസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് അവിടെ എവോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോളിനേഷൻ സക്സസ് അതിനെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇവിടെ ഇത് ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് ആക്ച്വലി. കാരണം മെയിൽ ബിയെ സംബന്ധിച്ചിടത്തോളം മെയിൽ ബിയുടെ കാര്യം നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒഫ്രീസ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോളിനേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, മെയിൽ ബി എന്തായാലും എൻ്റെ സന്താന പരമ്പര വളരണം എന്നുള്ള അങ്ങനെ ഗഹനമായി ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ആ ജീവിക്കില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യം നടന്നാൽ മതി, അതുകൂടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒഫ്രീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പോളിനേഷൻ നടക്കണം, അതും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. മ്യൂച്വലിസത്തിന് എക്സാമ്പിളായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ സാധനം പോളിനേറ്റിംഗ് ഏജന്റും ഫ്ലവറും തമ്മിലുള്ള റിലേഷൻ, ദാറ്റ്സ് അനദർ കൈൻഡ് ഓഫ് മ്യൂച്വലിസം. ഓക്കെ, അതേപോലെ തന്നെ ഈ സീഡ് ഡിസ്പ്ലേസ് ചെയ്യുന്ന അനിമൽസുകൾ അല്ലെങ്കിൽ ബേർഡ്സുകൾ, ഓക്കെ, അവർ ഈ ഫ്രൂട്ട്സ് തിന്നും. ഇവർക്ക് ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട്സും പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സീഡ് ഡിസ്പ്ലേസലും നടക്കും. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊന്നാണ് ലെഗൂമിനസ് പ്ലാന്റ്, റൈസോബിയം ലെഗൂമിനസ് പ്ലാന്റും. അതും എന്തിന് എക്സാമ്പിളാണ്, ഈ പറയുന്ന പോലെ തന്നെ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ഇനിയുള്ള ഒന്നാണ് അമൻസലിസം. അമൻസലിസത്തെ കുറിച്ച് നിങ്ങളുടെ NCERT കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചില എവിടേക്കോ പറഞ്ഞു പോയിട്ടുണ്ട്. അമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിക്ക് ഒരാൾക്ക് നെഗറ്റീവും മറ്റേ ആൾക്ക് എന്താ പറയുക പോസിറ്റീവോ നെഗറ്റീവോ, ഒരാൾക്ക് ഹാംഫുള്ളും മറ്റേ സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റോ ഹാമോ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ അമൻസലിസം എന്ന് പറയുക. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം പൂച്ചയും എലിയും തമ്മിലുള്ള റിലേഷൻ. ഈ പൂച്ച ഈ എലിനെ തിന്നത്തുമില്ല, ഈ പൂച്ചക്ക് വേണമെങ്കിൽ ഈ എലിനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മെച്ചമില്ല. എന്നാലും ഈ പൂച്ച വെറുതെ പോയിട്ട് എന്ത് ചെയ്യും, എലിനെ പോയി വെറുതെ ഉപദ്രവിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം പൂച്ചകൾ ചിലപ്പം പ്രാണികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളൊക്കെ വെറുതെ പോയിട്ട് ഉപദ്രവിക്കുന്നത് കാണാം. അവിടെ ഞാൻ ഈ പറഞ്ഞ കാരണത്താൽ നിങ്ങളാരും പൂച്ച സാറിനെ വെറുക്കരുതേ. ഓക്കെ, അപ്പോൾ
ഈ പൂച്ച എന്ന് പറയുന്നത്, ഈ പൂച്ച വെറുതെ അത് പുള്ളിക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പുള്ളി ഇത് ചെയ്യുന്നത്. ഈ പൂച്ചക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഉപകാരമില്ല. എന്നാൽ മറ്റേ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് കവലയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ എലി ആയിരിക്കും ഇത്. അങ്ങേരാണ് പിന്നീട് ഈ രക്തം ചിന്തി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം എലി കുടുംബത്തിന്റെ എലിനാഥൻ പോയി. ഇപ്പൊ എലിയെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ് എന്ത്, പെൻസിലിയം സെക്രീറ്റ് പെൻസിലിയം ഫംഗസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെൻസിലിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ആന്റിബയോട്ടിക് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചുറ്റുമുള്ള ബാക്ടീരിയനൊക്കെ അത് കൊന്നളയും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ പെൻസിലിയം കോളനി കാണാം, പെൻസിലിയം ഫംഗസിനെ കാണാം. ഇവിടെ ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും ബാക്ടീരിയ ഇല്ല. കാരണം ബാക്ടീരിയ ഇതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള പെൻസിലിൻ കൊന്നു കളഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. ഏരിയ ഇസ് ഇൻഹിബിറ്റിംഗ് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലേ. ഈ ഏരിയയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് വല്ല സുഖം ഉണ്ടാവും അല്ലെങ്കിൽ വല്ല നേട്ടമുണ്ടോ ഈ പെൻസിലിന്? കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പെൻസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാക്ടീരിയകളെ കൊന്നു കളഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പെൻസിലിൻ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉയിര് പോവും. അതുകൊണ്ട് തന്നെ ഇതൊരു അമൻസെലിസമാണ് എന്ന് പറയാം. ഓക്കെ, അമൻസെലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉപദ്രവം മറ്റൊരാൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത ടൈപ്പ് റിലേഷനെയാണ് നമ്മൾ അമൻസെലിസം എന്ന് പറയുക. ഓക്കെ, അമൻസെലിസത്തെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് ദ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കമൻസെലിസത്തിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, ഓർക്കിഡ് ആൻഡ് ട്രീ ഓൺ വിച്ച് ഇറ്റ് ഗ്രോസ്. ഓക്കെ, ഓർക്കിഡും അതേപോലെ തന്നെ ഓർക്കിഡ് വളരുന്ന മരവും അതൊരു കമൻസെലിസമാണ്. ഓക്കെ, കാറ്റിൽ എഗ്രേറ്റും ഗ്രേസിംഗ് കാറ്റിലും കമൻസെലിസമാണ്.